മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന വാദത്തെ പൊളിച്ചു കളയുന്ന തെളിവാണ് നമുക്ക് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നൊക്കെ വരുന്നത്. ഈ ഹിജാബ് ഇട്ട പെണ്ണുങ്ങൾ ഇപ്പൊ ഹിജാബ് ഇട്ട ശേഷം തന്നെയാണ് വലിയ തോതിൽ മുസ്ലിം പെൺകുട്ടികൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അടക്കം ഉള്ളിൽ കയറുന്നതും. എക്സലന്റ് പോയിന്റ്. അടുത്തൊരു സ്ലൈഡ് ഞാൻ കാണിക്കുകയാണ്. ഇതാണ് മുസ്ലിം എൻറോൾമെന്റ്, മുസ്ലിം ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അപ്പം നിങ്ങൾ ഈ ഒരു നമ്പർ ഒന്ന് നോക്കുക. ഈ മുസ്ലിം സ്ത്രീകളുടെ എൻറോൾമെന്റ് റേറ്റ് നോക്കുക. ലക്ഷദ്വീപിൽ നോക്കുക 4.32 ആണ്. ഹയർ എഡ്യൂക്കേഷനിൽ സ്ത്രീകളാണ് കൂടുതൽ വിദ്യാഭ്യാസത്തിന് പോകുന്നത്, അതും കുറവാണ്. പുരുഷന്മാർ 1.78 ഹയർ എഡ്യൂക്കേഷൻ. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? കാരണം അവിടെ മുസ്ലിം മെജോറിറ്റിയാണ്. മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എഡ്യൂക്കേഷൻ നാച്ചുറലി കുറവായിരിക്കും. ദർ ആർ കൾച്ചറൽ റീസൺസ് ഫോർ ദാറ്റ്. കാരണം ഇസ്ലാം സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുക്കാൻ അനുവദിക്കില്ല. നിങ്ങൾ അവരെ ഇഫ് യു ലീവ് ദം ടു ബി ഓൺ ദിയർ ഓൺ, ഇതൊരു ട്രൈബൽ സൊസൈറ്റിയാണ്, അവർ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പുറകിലോട്ട് നിൽക്കും. മറ്റ് സ്ഥലങ്ങൾ നോക്കുക, അതായത് കേരളത്തിൽ നോക്ക്, 26 പോപ്പുലേഷൻ സെൻസസ് 2011 ഹയർ എഡ്യൂക്കേഷൻ ഫീമെയിൽസ് 25.16, ഓൾമോസ്റ്റ് 100%. ഹയർ എഡ്യൂക്കേഷനിൽ 15.8. അപ്പം മുസ്ലിം സ്ത്രീകൾ, ഇവർ പറഞ്ഞത് കറക്റ്റാണ്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ, മലപ്പുറത്തിൻ്റെ കാര്യമാണ് ഇവർ പറയുന്നത്. ലക്ഷദ്വീപ് കേരളത്തിൻ്റെ ഭാഗമല്ല, പക്ഷെ മലയാളികളാണ്, മുസ്ലിങ്ങളാണ്. See, you come up with bullshit, we'll brutalize you with facts. So be ready for that.